പിറന്നാളാണ് കേട്ടോ. അതായത് നാള് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുമണിയുടെ പിറന്നാളാണെന്ന്. അപ്പോൾ എൻ്റെ അമ്മയും കുഞ്ഞുമണിയും കൂടെ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ പോയി തൊഴുത് വരുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അവൾ രാവിലെ തന്നെ ഭയങ്കര കുസൃതിയിലൊക്കെയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ തൃശ്ശൂർ പാറമേക്കാവ് അമ്പലം. തൃശ്ശൂർക്കാർക്കൊക്കെ അറിയുമായിരിക്കും. പിന്നെ ഞാൻ അവിടെ നിന്നൊരു മുല്ലപ്പൂവൊക്കെ മേടിച്ച് ഇപ്പം ഞാൻ ചേട്ടനും കൂടി അമ്പലത്തിലിരിക്കുകയാണ്. തൊഴുതൊക്കെ വന്നിട്ട് അവൾ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ആൾ എണീറ്റ് ഭയങ്കര ഉഷാറായി. ഇനിയിപ്പോൾ കുഞ്ഞുമണി നടക്കുകയാണ് കേട്ടോ. നടക്കാൻ നോക്കുകയാണ് അവൾ. അവളുടെ പപ്പ ഫ്രണ്ടിൽ നിന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുമണി നടക്കുകയാണ് കേട്ടോ. ആളിത്തിരി ഹാപ്പി മോഡാണ്. അങ്ങനെ അവൾക്ക് 2 മിനിറ്റ് നടക്കുമ്പോഴേക്കും കാല് കഴിക്കും. അപ്പോൾ പിന്നെ നമ്മൾ വേഗം എടുക്കണം. അപ്പോൾ ഞാൻ ദേ എടുക്കുകയാണ് അവളെ. അയ്യോ, ആളിത്തിരി ഭയങ്കര കുസൃതിയാണ്. ഇതെല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അപ്പോൾ നമ്മുടെ എൻ്റെ അമ്മ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ ദൈവത്തിനായിട്ട് വെക്കും. ഇങ്ങനെ പിറന്നാൾ ദിവസം നമ്മൾ ഭക്ഷണം അത് ദൈവത്തിന് വെക്കും. അതാണ് ഇപ്പോൾ നിങ്ങൾ വെച്ച് കണ്ടിട്ടുള്ളത്. അതേ കുഞ്ഞുമണിക്ക് പപ്പ ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ. അവൾ കൈയിട്ട് വരാൻ ധൃതിയായിട്ട് അവൾ ഇരിക്കണേ കണ്ട. അവൾക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഇരിക്കണത്. അതായത് ഉപ്പി ഇങ്ങനെ തന്നെയാണ് അവൾ ആദ്യം ഭക്ഷണം കൊടുക്കുമ്പോൾ. അപ്പോൾ അമ്മ ഒരു 3-4 കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ അവൾ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ് അതിൽ. അവൾക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ ചോറിലൊക്കെ കൈയിട്ട് വരാനുള്ളൊരു അവസരം കൊടുക്കണം. അപ്പോൾ അവൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവൾ മുതലെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അയ്യോ, അവളെത്തി ഭയങ്കര കുറുമ്പിയാണ് കേട്ടോ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ കുഞ്ഞുമണിയുടെ പിറന്നാൾ എന്ന് പറയുന്നത്. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുമണിയുടെ പിറന്നാൾ. സദ്യയോടുകൂടി ഞങ്ങൾ പിറന്നാൾ അങ്ങോട്ട്